Hi everyone, welcome to my vlog. This is Simply Vani reporting from Kochi to all of you. So ഇന്നത്തെ വ്ളോഗ് വളരെ അധികം സ്പെഷ്യൽ ആയൊരു വ്ളോഗാണ്. എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് ഞാൻ റീസെൻ്റ്ലി അച്ചീവ് ചെയ്തത്. സോ ഞാൻ ഓർത്തു നിങ്ങളുടെ കൂടെ ഈ മൈൽ സ്റ്റോൺസ് ഷെയർ ചെയ്യണമെന്ന്. വൈ ബിക്കോസ് ഐ എം ഷുവർ നമ്മളിൽ ഒരുപാട് പേര് എന്നെ പോലത്തെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, പെൺകുട്ടിയല്ല ആരായാലും ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതാണ് എനിക്ക് ഞാൻ ഈയിടെയായിട്ട് റീസെൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്തൊരു എൻ്റെ ഏറ്റവും വലിയ മൈൽസ്റ്റോൺസ്. ഐ തോട്ട് ഐ ഷുഡ് ഷെയർ ഇറ്റ് വിത്ത് യു. മേ ബി ഇറ്റ് വിൽ മോട്ടിവേറ്റ് ദ പീപ്പിൾ ഹു സീയിങ് ദിസ്. അതല്ലെങ്കിൽ ഓൾറെഡി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കൊരു ഗൈഡൻസ് പോലെയും ഈ വീഡിയോ ആവാൻ ഉള്ള ഈ വീഡിയോ മേ ബി ഇറ്റ് വിൽ വർക്ക്സ് ലൈക്ക് ദാറ്റ്. സോ ബിഫോർ വി ബിഗിൻ, ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചാൽ എൻ്റെ ഒരു റീസെൻറ്റ് ട്രിപ്പിനെ കുറിച്ചാണ്. ഈ ട്രിപ്പ് വളരെ സ്പെഷ്യലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയാണ്. റീസെൻ്റ്ലി ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഈ ട്രിപ്പിൽ ഞാനും എൻ്റെ മമ്മിയും എൻ്റെ പപ്പയും ആയിരുന്നു പോയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ എവിടെയാണ് പോയതെന്നാണ്. സോ നമ്മൾ പോയത് സിംഗപ്പൂർ ആയിരുന്നു. സിംഗപ്പൂർ അപ്പോൾ പലവരും ചോദിക്കാവുന്ന ഒരു കാര്യമായിരിക്കാം, വൈ സിംഗപ്പൂർ, വൈ നോട്ട് സം അതർ കൺട്രി. സോ ഞാൻ ഒരുപാട് ആക്ച്വലി കുറേ വർഷമായിട്ട് ഈ ട്രാവൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മേ ബി ഒരു 4 to 5 years ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇന്റർനാഷണൽ പോണം പോണം പോണം. അന്ന് എത്ര സാലറി ഉണ്ടായിരുന്നില്ല, അന്ന് ആ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. പിന്നെ നമുക്ക് വേറെ ഒരുപാട് പ്രയോറിറ്റീസ് ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ച് സ്റ്റോൾ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് തോന്നി ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല സമയം. അപ്പം ഞാൻ സിംഗപ്പൂർ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അധികം റീസൺസ് ഒന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഒരു യൂറോപ്യൻ കൺട്രി ആയിരുന്നു ആഗ്രഹം പോകാൻ. ഞാനൊരു 5 to 6 lakhs ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഇത് തയ്യാറെടുത്തിരുന്നത്. പക്ഷേങ്കിൽ ഞാനൊരു ഒരുപാട് ഈ ട്രാവൽ ഓർഗനൈസേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ വാട്ട് ഐ റിയലൈസ്ഡ് വാസ്, വെൻ യു ഡു നോട്ട് ഹാവ് എ ബിഗ് ട്രാവൽ ഹിസ്റ്ററി ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്ത് യൂറോപ്യൻ വിസാസ് ക്യാൻസൽ ആവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ആൻഡ് ബിക്കോസ് ഐ ഹാവ് എ വെരി ലിമിറ്റഡ് ബഡ്ജറ്റ്, അതിലെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു വിസ ക്യാൻസലേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ. ബിക്കോസ് ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. അപ്പം എന്നോട് ഞാൻ കുറേ ടൂർ ഓപ്പറേറ്റേഴ്സിനോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരെനിക്ക് സജസ്റ്റ് ചെയ്ത സ്ഥലം എന്താ പറയുക, വിയറ്റ്നാം, എന്താ പറയുക, ദുബായ്, പിന്നെ സിംഗപ്പൂർ വാസ് വൺ ഓഫ് ഇറ്റ്, ബാലി, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ ഞാൻ സിംഗപ്പൂർ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളൊരു ഫസ്റ്റ് ടൈം ട്രാവലർ ആകുമ്പോൾ എനിക്ക് ഒരുപാട് പേടികളുണ്ടായിരുന്നു. ഈവൻ ദോ എൻ്റെ ജോലി, ഞാൻ ഒരു പ്രൊഫഷണൽ ട്രാവലറാണ്. ട്രാവലർ ഇൻ ദ സെൻസ് മൈ വർക്ക് റിക്വയർസ് എ ലോട്ട് ഓഫ് ട്രാവലിംഗ്. എന്നിരുന്നാൽ കൂടി ഞാൻ ഇന്റർനാഷണൽ ട്രാവൽ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ എൻ്റെ ഏജ്ഡ് പേരൻസും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊരു ഒരു അപ്രഹെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം സിംഗപ്പൂരിൽ സിംഗപ്പൂർ ഒരു മിനി ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ വളരെയധികം നമുക്ക് യൂറോപ്പിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയും കൂടി ആയിരുന്നു സിംഗപ്പൂർ. ബിക്കോസ് ആ ക്ലെൻലിനെസ്സും റോഡുകളുടെ ഭംഗിയും നേച്ചറും എല്ലാം എനിക്ക് തോന്നി മേ ബി അതായിരിക്കും ബെറ്റർ എന്ന്. അപ്പൊ ജപ്പാനും ഉണ്ട്, പക്ഷെ ജപ്പാനൊന്നും നമ്മുടെ കൊക്കിൽ ഒതുങ്ങില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു ഞാൻ സിംഗപ്പൂർ ചൂസ് ചെയ്തത്. ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഭക്ഷണം പെട്ടെന്ന് ഒരു പുതിയൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യും എൻ്റെ ഒരു ഏജിന്റെ കാരണം. പക്ഷെ എൻ്റെ പപ്പയും മമ്മിയും ചിലപ്പോൾ അവിടുത്തെ ലോക്കൽ ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവരെ കംഫർട്ടബിൾ ആക്കുക, അവർക്കൊരു വിദേശത്ത് പോയതിന്റെ ആ ഒരു പേടി വരാനും പാടില്ല, എന്നാൽ വിദേശത്തിന്റെ ഫുൾ എഫക്റ്റ് കിട്ടണം എന്നുള്ള ഒരു കാരണവശാലായിരുന്നു ഞാൻ സിംഗപ്പൂർ ചൂസ് ചെയ്തത്. എൻ്റെ അടുത്ത ചോദ്യം, കഴിഞ്ഞ കുറച്ച് വ്ളോഗുകൾ ഹിന്ദിയിലായിരുന്നു, വൈ ദിസ് വ്ളോഗ് ഇൻ മലയാളം? ഞാൻ റിസർച്ച് ചെയ്തപ്പം എൻ്റെ ഒരു അനലിറ്റിക്സ്, യൂട്യൂബിൻ്റെ
കുഞ്ഞ് അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ ഐ റിയലൈസ് ഈ വീഡിയോ മലയാളത്തിൽ ചെയ്താലാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കാന്ന്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ഈ വ്ലോഗ് ചെയ്യുന്നത്. അടുത്തത് ഈ വ്ലോഗ് ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്, ബിക്കോസ് ഐ എം ഗോയിങ് ടു ജസ്റ്റ് ടോക്ക് അബൌട്ട് മൈ എക്സ്പീരിയൻസസ്, ആൻഡ് ദിസ് വ്ലോഗ് ഇസ് going to be everything about what you should do, how you should plan your Singapore trip with your parents, and also നമ്മളൊരു ഫസ്റ്റ് ടൈം ട്രാവലറാണ്, ഇന്റർനാഷണൽ ട്രാവലറാണ് എന്നാണെങ്കിൽ, ആൻഡ് സ്പെഷ്യലി ഇഫ് യു ആർ ചൂസിങ് സിംഗപ്പൂർ, വാട്ട് ഓൾ തിങ്സ് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ഫുൾ ടൈം വ്ളോഗർ അല്ല, എനിക്കൊരു എക്സ്പീരിയൻസ് വ്ളോഗറും അല്ല, എന്നാലും ഞാൻ എൻ്റെ കണ്ണിലൂടെ സിംഗപ്പൂർ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം. ആസ് ആൻഡ് വെൻ ടൈം പെർമിറ്റ്സ് മീ, ഐ വിൽ കീപ് എഡിറ്റിംഗ് വീഡിയോസ് ആൻഡ് ഐ പുട്ട് ദ വീഡിയോസ്. സോ ഐ എം ബിഗിനിങ് ദിസ് സീരീസ് ഓഫ് സിംഗപ്പൂർ വിത്ത് ദിസ് പെർട്ടിക്കുലർ വ്ളോഗ്. സോ ഇതിൽ ഞാനില്ലേ കുറച്ച് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അഗൈൻ ലൈക്ക് ഐ സെഡ്, ഒരു ഡിസ്ക്ലെയിമർ ആണ്, ഞാനൊരു എക്സ്പീരിയൻസ് വ്ളോഗർ ഒന്നും അല്ല. അതുകൊണ്ട് എനിക്ക് എക്സാക്ട്ലി അറിയില്ല എങ്ങനെയാണ് ഓർത്ത് വെച്ചിട്ട് കാര്യങ്ങൾ പല യൂട്യൂബേഴ്സും പറയുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. സോ എൻ്റെ ഈ വ്ളോഗിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വിചാരിച്ചാൽ, തിങ്സ് ടു പാക്ക്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ സിംഗപ്പൂരിൽ പോകുമ്പോൾ പാക്ക് ചെയ്യണം എന്ന്, പിന്നെ എയർ ടിക്കറ്റ്സ് എങ്ങനെ ബുക്ക് ചെയ്യണം, ഏത് ഹോട്ടൽ സെലക്ട് ചെയ്യണം, എവിടെ താമസിക്കണം, ഏതൊക്കെ സ്ഥലങ്ങൾ പോയി കാണണം, പിന്നെ ഞാൻ സെലക്ട് ചെയ്ത ട്രിപ്പ് ഓർഗനൈസർ ആരാണ്, ടൂർ ഓപ്പറേറ്റർ ആരാണ്, പിന്നെ വിസയ്ക്ക് എത്ര ദിവസം എടുത്തു, ക്യാബിൻ്റെ കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യണം, എയർപോർട്ടിൽ എന്തൊക്കെ, നമ്മളൊരു ഫസ്റ്റ് ടൈം ട്രാവലർ ആകുമ്പോൾ, ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കേട്ടോ, ഞാനൊരു എന്താ പറയുക ഫുൾ വ്ളോഗായിട്ട് ചെയ്യുന്നില്ല അബൌട്ട് എയർപോർട്ട് ഡൂസ് ആൻഡ് ഡോൺട്സ്, ബട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. അവിടെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം ചീപ്പസ്റ്റ് വേയിൽ എന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ബി റിയലി പേഷ്യൻറ്റ് വിത്ത് മീ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫുൾ ഫ്ലെജഡ് വ്ളോഗറിനെ പോലെ ആയിരിക്കില്ലേ വീഡിയോ, എന്നിരുന്നാലും ഒരു മിഡിൽ ക്ലാസ് വ്യക്തി ട്രാവൽ ചെയ്യുമ്പോൾ, ആദ്യമായി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം. ഫസ്റ്റ് തിങ്, വാട്ട് ടു പാക്ക് ആണ് കേട്ടോ. ഞാൻ ഇവിടെ വെക്കാം, കുറച്ച് സാധനങ്ങൾ ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടിയിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ക്ലോത്ത്സ് ആണ് കേട്ടോ. സോ ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് ബേസിക്കലി എന്നെപ്പോലെ എൻ്റെ ഏജ് ഗ്രൂപ്പ്, നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളും പിന്നെ ഒരു എൽഡർലി സെറ്റ് ഓഫ് പേരൻസും കൂടി പോകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സാധനങ്ങളും എല്ലാ കാര്യങ്ങളും. സോ ഫസ്റ്റ് ക്ലോത്ത്സ്. സിംഗപ്പൂർ ക്ലൈമറ്റ് ഏകദേശം നമ്മുടെ ഇന്ത്യ പോലെ തന്നെയാണ്, നമുക്ക് വലിയൊരു വ്യത്യാസം ഇന്ത്യയായിട്ട് തോന്നില്ല. കുറച്ചും കൂടി നമ്മൾ നവംബറിലാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞാൻ പോയത് നവംബർ 15-നാണ്, തിരിച്ചെത്തിയത് നവംബർ 19-നാണ്. സോ ഇറ്റ് വാസ് എ 4 nights 5 days ട്രിപ്പ്. ഓക്കെ, സോ ബേസിക്കലി ക്ലോത്ത്സിൻ്റെ കാര്യം വരികയാണെങ്കിൽ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള, എയറി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, ലൂസ് ആയിട്ടുള്ള ക്ലോത്ത്സ് സെലക്ട് ചെയ്ത് വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം അവിടെ കുറച്ച് വേർക്കാനും അത്യാവശ്യം ഉള്ള ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. നവംബർ പ്രത്യേകിച്ച് പോകുമ്പോൾ അത്രയ്ക്ക് ചൂടില്ല, നല്ലൊരു പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു, എന്നാൽ മഴയും ഉണ്ടായിരുന്നു. സോ കുറച്ച് മുട്ടിന്റെ മുകളിൽ അല്ലെങ്കിൽ കാലിന്റെ മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഡ്രസ്സാണ് എൻ്റെ ഏജിലുള്ള ആൾക്കാർ ഇപ്പോൾ ഫ്രോക്കോ അല്ലെങ്കിൽ കേപ്രിയോ ഷോർട്സോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് പോവാം. പിന്നെ മമ്മിയുടെ പ്രായത്തിലും പപ്പയുടെ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ലൂസായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ഉള്ള പാൻസോ അല്ലെങ്കിൽ കോട്ടൺ കുർത്തകളോ അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് പോവാം. ഓക്കെ, സോ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഓവർ പാക്ക് ചെയ്യേണ്ട, അൺലെസ് യു ആർ എ വ്ളോഗർ, ഫാഷൻ വ്ളോഗറോ ബ്യൂട്ടി വ്ളോഗറോ ഒക്കെ ആണെങ്കിൽ അത് അവർ വേറെ കാറ്റഗറി. ഇപ്പം നിങ്ങളൊരു എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു ക്ലോത്ത് അത്രയും മതി. സോ 5 ദിവസമാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 6 ദിവസമാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ 6 പുറത്തേക്ക് ഇടാനുള്ള കുപ്പായങ്ങളും ഒരു 3 നൈറ്റ് ഡ്രസ്സുകളും വെച്ചാൽ മതി. കാരണം നമ്മൾ നൈറ്റിൽ മാത്രം ഇടുന്ന ഡ്രസ്സായിരിക്കും നൈറ്റ് സൂട്ട്, അല്ലാതെ ഫുൾ ഡേ എടുത്ത് വൃത്തികേടാവില്ല. സോ നമ്മൾ ഭയങ്കര എക്കണോമിക്കായി പാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഗേജിന്റെ വെയിറ്റ് കുറയ്ക്കാം, ആൻഡ് അവിടുന്ന് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. സോ
നമുക്ക് ലഗേജിന്റെ കാര്യം പറഞ്ഞാൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർവേസിൽ ഞാൻ പോയത് സിംഗപ്പൂർ എയർലൈൻസിലാണ്, തിരിച്ചു വന്നത് ഇൻഡിഗോയിലുമാണ്. സോ റഫ്ലി അറൌണ്ട് 30 kgs ചെക്ക് ഇൻ ചെയ്യാം നമുക്ക് ലഗേജിന്, അതായത് ഫ്ലൈറ്റിന്റെ ചെക്ക് ഇനിലേക്ക് കയറ്റിവിടാം. ഒരു 15 കിലോ ആണെന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, 15 കിലോ ആണെന്ന് തോന്നുന്നു നമ്മൾ ക്യാബിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവനവന്റെ ലഗേജ് ഓരോരോ പെട്ടിയിൽ വെച്ചു. എൻ്റെ ലഗേജ് എൻ്റെ പെട്ടി, പപ്പയ്ക്ക് പപ്പയുടെ പെട്ടി, മമ്മിക്ക് മമ്മിയുടെ പെട്ടി, എല്ലാവരും ഓരോരോ ബാഗ് പാക്കും എടുത്തു. എൻ്റെ ഒരു സാമ്പിൾ ബാഗ് പാക്ക് കാണിക്കാം. ഞാൻ ഈ ഒരു ബാഗാണ് എടുത്തത്. പപ്പ ഒരു ഡെക്കാത്ലൻ, നമ്മൾ കാണുന്നില്ലേ സാധാരണ ഒരു 200 റുപ്പീസിന്റെ ഒരു ചെറിയൊരു ബാഗ് പാക്ക് ഡെക്കാത്ലൻ കിട്ടും, പപ്പ അതാണ് എടുത്തിരുന്നത്. അതിൽ പപ്പയുടെ മെഡിസിൻസും അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ ഈ ബാഗ് പാക്കാണ് എടുത്തത്. ഇത് കുറച്ച് പഴയ ബാഗ് പാക്കാണ്. ഇപ്പൊ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. ഇത് ഞാൻ പണ്ട് റിലയൻസ് അങ്ങാനും വാങ്ങിയ ഒരു ബാഗായിരുന്നു. ബ്രാൻഡഡ് ഇതല്ല, സാധാരണ ഒരു ബാഗ്, സംവെയർ അറൌണ്ട് 1500 അങ്ങനെ എന്തോ കോസ്റ്റ് വരുന്ന ഒരു ബാഗായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പാക്ക് ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. സോ ഇത് ബേസിക്കലി ഇപ്പൊ കാണായിരിക്കും, ഇതൊരു ഇതാണ്, എന്താ പറയാ, മോസ്കിറ്റോ റെപ്പലന്റ്. സോ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണോ, അയ്യോ സിംഗപ്പൂർ ഇത്രയും എന്താ പറയുക മസ്കിറ്റോസ് ഉള്ള സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നമ്മൾ ഈ നൈറ്റ് ടൈം ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാൻ 1-2 ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ഒരു സന്ദർഭത്തിൽ കൊതു കടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പ്രിക്കോഷണറി ആയിട്ട് ഒരു മോസ്കിറ്റോ റെപ്പലന്റ് വാങ്ങി. ഈ പെർട്ടിക്കുലർ ബ്രാൻഡ് ഇസ് ഫ്രം മമ എർത്ത്. ഇതൊരു ബേബീസിന് ഉപയോഗിക്കുന്ന ഒരു ബോഡി റോൾ ഓൺ ആണ്, ആൻറ്റി മോസ്കിറ്റോ റോൾ ഓൺ. ഇതിൻ്റെ കോസ്റ്റ് വെറും 130 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് സാധാരണ ഫാർമസീസിലൊക്കെ കിട്ടും. പിന്നെ കുട്ടികൾ ഉപയോഗിക്കുന്നതായതുകൊണ്ട് സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റി. ഈ നൈറ്റ് ആക്ടിവിറ്റീസിന്റെ ദിവസത്തിൽ അതിവിദഗ്ധമായി ഞാൻ ഈ സാധനങ്ങൾ മറന്നു വെച്ച് വീട്ടിലേക്ക് പോയി, എന്നിട്ട് അസലായി കൊതുകടിയും കൊണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ചെറിയ സാധനം വെച്ചോളൂ, ഛേദമില്ലാത്തൊരു ഉപകാരമാണിത്. പിന്നെ അടുത്ത് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് മക്കളെ, വാട്ടർ ബോട്ടിൽ. ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്ന് വാട്ടർ ബോട്ടിൽ മറന്നും കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതിയിലധികം നിങ്ങളുടെ തറവാട് വിറ്റിട്ട് വരേണ്ട അവസ്ഥ വരും. അവിടെ ഏറ്റവും കോസ്റ്റ്ലി അന്യായമായി തോന്നി എനിക്ക് വെള്ളത്തിന്റെ വിലയാണ്. 500 ml ബോട്ടിൽ ഞങ്ങൾ ചോദിച്ചപ്പം $4 പറഞ്ഞേക്കുന്നത്. $4 എന്ന് സിംഗപ്പൂരിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ $1 68 രൂപയാണ്. സോ 70 രൂപ എന്ന് പിടിച്ചു. ഒരു സംവെയർ അറൌണ്ട് 280 റുപ്പീസ് ടു 300 റുപ്പീസ് ആണ് 1/2 ലിറ്റർ വെള്ളത്തിന്. ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു വെള്ളം. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തവർ വിചാരിക്കും ഹോട്ടലിൽ നല്ല മനോഹരമായിട്ട് ഗ്ലാസ് ഓഫ് എന്താ പറയുക ബോട്ടിൽ, ഓരോ ലിറ്ററിന്റെ 4 ബോട്ടിൽ വെള്ളം വെക്കുന്നു വിചാരിക്കുകയാണെങ്കിൽ തെറ്റിപ്പോയി മക്കളെ. ഹോട്ടലിലും വെള്ളം വെക്കില്ല. അവിടെ വെള്ളം എന്ന് പറഞ്ഞ സ്വർണത്തിന്റെ കണക്കാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താ പറയാ, ഹോട്ടലിൽ റൂമിൽ വെള്ളം ഉണ്ടാവും, ബോട്ടിൽ എടുക്കുന്നു, പാക്ക് ചെയ്യുന്നു, പോകുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അവിടെ അവർ പറയും നിങ്ങൾ അവിടെ സിംഗപ്പൂരിൽ ടാപ്പ് വാട്ടർ സേഫ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു ശരാശരി സാധാരണ ഇന്ത്യൻ, ഇതുവരെ ട്രാവൽ ചെയ്യാത്ത ഒരാൾക്ക്, പുറത്തേക്ക് ട്രാവൽ ചെയ്യാത്തവർക്ക്, അവർക്ക് കുറച്ചൊരു മനസ്സിനൊരു ഞെട്ടലും ഒരു അറപ്പും ഉണ്ടാവും. മേ ബി ബിക്കോസ് നമുക്കങ്ങനെ ഒരു, നമ്മൾ യൂസ് ടു അല്ല. വാഷ് ബേസിനിൽ പോയിട്ട് വെള്ളം പിടിച്ച് ആ വെള്ളം അവിടെ നിന്ന് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ടു ആയിരിക്കില്ല. പക്ഷേ ഗുഡ് തിങ് ഈസ് ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോറിൻ ട്രാവലേഴ്സ് മൈറ്റ് നോട്ട് ബി കംഫർട്ടബിൾ. അപ്പോൾ അവർ റൂമിൽ ഒരു ഫിൽറ്റർ പോലത്തെ ഒരു സാധനം വെക്കുന്നുണ്ട്. അവർ പറയും നിങ്ങൾ വെള്ളം പിടിക്കുക, ആ ഫിൽറ്ററിലേക്ക് ഒഴിക്കുക, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം കിട്ടും എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് കക്കൂസിൽ പോയി വെള്ളം പിടിച്ച് കുടിക്കാൻ സത്യത്തിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മേ ബി നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ റിസപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ RO വെള്ളം നമുക്ക് പിടിച്ചു തരും. നെക്സ്റ്റ് കാര്യം ഞാൻ വളരെ ഇമ്പോർട്ടൻറ്റ് പറയാണ്, അത് ഞാൻ വേറൊരു വ്ളോഗിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ഡിസ്കഷൻ റെലവൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയാണ്. നമ്മൾ മുസ്തഫ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം സിംഗപ്പൂരിലുണ്ട്. ഇപ്പം നമ്മുടെ മറ്റേ റിലയൻസോ ലുലു മോളോ അല്ലെങ്കിൽ എന്താ പറയുക ഡിമാർട്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ പോലത്തെ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് അവിടുത്തെ മുസ്തഫ സെൻറ്റർ. നിങ്ങൾ സിംഗപ്പൂരിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അറിയുന്നൊരു പേരായിരിക്കും മുസ്തഫ സെൻറ്റർ. സോ എല്ലാവരോടും ഇതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ പറയുന്നു. ഞാൻ ഒരു വ്ളോഗിലും കാണാത്തൊരു സംഭവമാണിത്. ദ മൊമെന്റ് യു എൻറ്റർ സിംഗപ്പൂർ, ഒരു ടാക്സി എടുക്കുക അല്ലെങ്കിൽ ഒരു ബസ് എടുക്കുക, നേരെ ലിറ്റിൽ ഇന്ത്യയിലുള്ള മുസ്തഫ സെൻറ്ററിലേക്ക് പോകുക. അവിടെ ഒരു ക്രേറ്റ് ഓഫ് വെള്ളം എടുത്തേക്കുക.
നിങ്ങൾ $4 500 ml വെള്ളം വാങ്ങുന്നതിന് പകരം അവിടെ $4 ഒരു ക്രേറ്റ് ഓഫ് വെള്ളത്തിന്റെ ബോട്ടിൽ തന്നെ കിട്ടും. അവിടെ 1.5 ലിറ്റർ വെള്ളത്തിന് 90 സെൻസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഇന്ത്യയിൽ നമുക്ക് സാധാരണ വെള്ളം കിട്ടുന്ന അതേപോലെ കിട്ടും. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ആരും മറക്കരുത് സിംഗപ്പൂർ പ്ലാൻ ചെയ്യുമ്പോൾ. അടുത്ത കാര്യം എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്, നമ്മൾ ഹോട്ടലിന്റെ കാര്യമാണ്, അത് ഞാൻ വരാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ലിറ്റിൽ ഇന്ത്യയിലാണ് ഹോട്ടൽ എടുക്കുന്നത് നല്ലത്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ഫർദർ ടൈം, ഞാൻ ഈ ബോട്ടിൽ ഇതിപ്പം പലവർക്കും ഇഷ്ടമായിരിക്കും, കണ്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇതാണ്, ബോട്ടിലാണ്. ഇറ്റ്സ് എ കോപ്പർ ബോട്ടിൽ. ഐ ഗോട്ട് ദിസ് ബോട്ടിൽ ഫ്രം മീഷോ. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം. ഈ ബോട്ടിലിന് ഏകദേശം ഒരു 400 രൂപ എന്തോ ആയിരുന്നു. ഇത് പക്ഷെ ഞാൻ ഈ ട്രിപ്പിന് വേണ്ടി വാങ്ങിയതല്ല, ഞാൻ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചേക്കുന്ന, ഞാൻ എൻ്റെ വെള്ളം പിടിച്ചു വെക്കുന്ന ഈ ബോട്ടിലാണ്. ഓക്കെ, സോ എല്ലാവരും പെർ പേഴ്സൺ ഒരു ബോട്ടിൽ എടുത്തു വെച്ചോളൂ. ഓക്കെ, സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഞാൻ ഒരുപാട് തെറി കേട്ട സാധനമാണ് അംബ്രല. കയ്യിൽ ഒരു പോർട്ടബിൾ കുഞ്ഞ് അംബ്രല വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എൻ്റെ അമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഈ അംബ്രലയ്ക്ക് ഒരു 450 രൂപയാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ അംബ്രലയാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിൽ ഈ ബ്ലാക്ക് കളർ കാണുന്നത് UV പ്രൊട്ടക്ഷന് കൂടിയിട്ടുള്ള സാധനമാണ്. ഇതൊരു ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് നല്ല സൺറൈസ് അടിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അംബ്രല പെർ പേഴ്സൺ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. റീസൺ ബീങ്, സിംഗപ്പൂരിന്റെ വെതർ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നാണ് മഴ. നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ക്ലിയർ സ്കൈ ആയിരിക്കും, ഒരു വാർണിംഗും ഇല്ലാതെ പെട്ടെന്ന് മഴ. ആ മഴയും 5-10 മിനിറ്റുള്ള മഴയല്ല കേട്ടോ, 1/4 മണിക്കൂറിന്റെ മഴയായിരിക്കും. നമ്മുടെ കയ്യിൽ അധികം ടൈം ഉണ്ടാവില്ല. സോ ബെറ്റർ ടു കീപ് ആൻ അംബ്രല വിത്ത് യു. സോ നിങ്ങളുടെ ട്രിപ്പ് നടക്കുന്ന ജേർണി കണ്ടിന്യൂ ആയിരിക്കും. ബിക്കോസ് സിംഗപ്പൂരിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഓൺ ഫുഡ് കവർ ചെയ്യേണ്ടതാണ്. അവർ ഇപ്പോൾ നമ്മളൊരു ടൂർ ഓപ്പറേറ്ററിനെ എടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടിറക്കും, മറ്റുള്ളതൊക്കെ നിങ്ങൾ വാക്ക് ചെയ്ത് ചെയ്യേണ്ടതാണ്. സോ അംബ്രല ഇസ് എ മസ്റ്റ്. ഒരു പേഴ്സൺ ഒരു അംബ്രല, നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലെ ഒരു കുടക്കീഴിൽ 10 പേരെ നിർത്താൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. എല്ലാവർക്കും ഓരോരോ അംബ്രല വെച്ച് എടുക്കുന്നതാണ് സേഫ്. പോർട്ടബിൾ അംബ്രല ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗിൽ വെക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യെസ് ദിസ്. ഇതൊരു യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണ്. എൻ്റെ ഒരു അഭിപ്രായം, ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ എന്നാലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങിക്കഴിഞ്ഞാലില്ലേ, പിന്നെ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു അഡാപ്റ്ററാണ്. ഇതിൻ്റെ കോസ്റ്റ് കുറച്ച് ജാസ്തിയാണ്. സോ ഇത് ഏകദേശം ഒരു 1500 രൂപ 1600 രൂപയാണ്. ബ്രാൻഡ് വന്നിട്ട് സെപ്റ്റിക്സ് അങ്ങനെ കെപ്റ്റിക്സ് എന്നാണെന്ന് തോന്നുന്നു. CEPTIC കെപ്റ്റിക്സ് ആണ്. ഇത് വേൾഡിൽ എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന അഡാപ്റ്ററാണ്. വളരെ നല്ലൊരു സാധനമാണ്. ഈ ഒരു സിംഗിൾ അഡാപ്റ്റർ കൊണ്ട് നിങ്ങൾക്ക് ഒരു 5-6 ഡിവൈസുകൾ ചാർജ് ചെയ്യാം. ഇവിടെ 2 C പോർട്ടുകൾ ഉണ്ട്, 3 USB പോർട്ടുകൾ ഉണ്ട്, പിന്നെ US ഇത് കണ്ടില്ലേ, ഇത് ഇന്ത്യയിലെ ചാർജർ, ഇത് നമ്മുടെ സിംഗപ്പൂരിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റേ പ്ലഗ്, പിന്നെ ഇത് നിങ്ങൾ UK, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം. സോ ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, വാങ്ങിക്കോളൂ. ഒരു ഫാമിലിക്ക് 1 മതി. ഇതിലും കുത്താം. അപ്പം നിങ്ങളുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കുത്താം. സോ ദിസ് തിങ് യു ക്യാൻ ബൈ. ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. സോ വൺസ് യു സ്റ്റാർട്ട് ട്രാവലിംഗ് യു ക്യാൻ യൂസ് ഇറ്റ് for almost all trips. അടുത്ത ഒരു കാര്യം കുറച്ച് അധികപ്പറ്റാണ്, എന്നാലും ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാണ്. ഞാനൊരു പോർട്ടബിൾ ഫാന് വാങ്ങി. കുറച്ച് വില കൂടിയ സംഭവമാണ്. ഇത് 1200 രൂപയുടെ ഒരു ഫാനാണ്. നല്ലൊരു സംഭവം. ഇതിപ്പോൾ ഇങ്ങനെ നമുക്കില്ലേ നടക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ താഴേന്ന് മുകളിലോട്ട് കാറ്റ് വരും. സോ ഹാൻഡ് ഹെൽഡ് ഫാനായിട്ട് ഉപയോഗിക്കാം, കഴുത്തിലിട്ട് ഉപയോഗിക്കാം. 1200 രൂപയാണ്. നിങ്ങൾക്ക് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഇൻസ്റ്റാമാർട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലിങ്കിറ്റ് അല്ലെങ്കിൽ ആമസോണിലൊക്കെ ഒരു 100-300 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഇതൊന്ന് വെക്കുന്നത് നല്ലതാണ്. പല സമയത്തോടെ ഭയങ്കര ഉഷ്ണമായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര വേർക്കും. അപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, തലയിലെ കൂടിയൊക്കെ വേർപ്പൊഴുകിയ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഗുഡ് പർച്ചേസ് ആയിരുന്നു. മസ്റ്റ് അല്ല, പക്ഷെ എന്നാലും ഗുഡ് ആയിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്ന
പവർ ബാങ്ക്. ഓക്കെ, ഈ പവർ ബാങ്ക് എത്ര വെക്കുന്നോ പെർ പേഴ്സൺ വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്കിൾ ആൻറ്റിമാരാണെങ്കിലും എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ പവർ ബാങ്ക് എന്തായാലും മസ്റ്റാണ്. ബിക്കോസ് നമ്മൾ ഒരു ദിവസം ഫുള്ളായിരിക്കും പുറത്തു പോകുന്നത്. ഒരുപാട് വീഡിയോസും ഒരുപാട് ഫോട്ടോസും എടുക്കാനുള്ള സ്ഥലമാണ് സിംഗപ്പൂർ. സോ പവർ ബാങ്ക് ഈസ് എ മസ്റ്റ്. ചാർജ് യുവർ പവർ ബാങ്ക്സ് ടു ഫുൾ ആൻഡ് ചാർജ് യുവർ ഫോൺസ് ടു ഫുൾ ഇറങ്ങുന്നതിന് മുന്നിൽ. ഓക്കെ, സോ ഇതെന്തായാലും കയ്യിൽ വെക്കുക. എല്ലാവരും പെർ പേഴ്സൺ ഒരു പവർ ബാങ്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കമ്മിങ് ടു നെക്സ്റ്റ് തിങ്, സൺസ്ക്രീൻ. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ്സ് ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും. നമ്മൾ നല്ല നിറൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും നല്ല ടാൻ അടിക്കും. സോ സൺസ്ക്രീൻ എടുക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ എടുത്ത സൺസ്ക്രീൻ ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് സൺ ഫാർമയുടെ ഫോട്ടോ സ്റ്റേബിൾ എന്ന് പറഞ്ഞൊരു സൺസ്ക്രീനാണ്. SPF 80 PA+++ ആണ്. ഇത് 24 hours വർക്ക് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. സോ ഞാനിത് വാങ്ങാൻ കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീഅപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. കുറച്ച് കോസ്റ്റ്ലിയാണ്. 974 റുപ്പീസാണ് ഇതിന് ഞാൻ കൊടുത്തത്. ഞാൻ അപ്പോളോ ഫാർമസി, ഞാൻ കൊച്ചിയിൽ താമസിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ അപ്പോളോ ഫാർമസിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ആരുടെ റെക്കമെൻഡേഷൻ കണ്ട് വാങ്ങിയതല്ല. ഞാൻ അവിടെ കണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. പിന്നെ ഇതൊരു ജെൽ ഫോമാണ്, ഭയങ്കര ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി. ദിസ് ഇസ് ഫോർ ഓൾ ദ ഗൈസ് ആൻഡ് ഗേൾസ് ഹു ആർ വാച്ചിങ് മൈ വീഡിയോ. ചിലപ്പോൾ ആൻറ്റി അങ്കിൾമാർക്ക് ഇതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറയുന്നു, പ്രായമുള്ള ആൾക്കാരും സൺസ്ക്രീൻ എടുത്തോളൂ. നിങ്ങൾക്ക് ആ ഒരു കരിവാളിപ്പ് വരില്ല. മുഖത്തൊരു കരിവാളിച്ച പോലെ സിംഗപ്പൂരിൽ തിരിച്ചു വരുമ്പോൾ അത് ഉണ്ടാവില്ല. നല്ലോണം അപ്ലൈ ചെയ്യുക. രാവിലെ ഇറങ്ങുമ്പോൾ ഞാൻ ഇത് ഒറ്റൊരു തവണ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ വേറെ ഒന്നും കൂടി ഞാൻ വാങ്ങിയിരുന്നു, ലോട്ടസിൻ്റെ ബ്രാൻഡിൻ്റെ. പക്ഷെ ഞാൻ ഇതാണ് ഉപയോഗിച്ചത്. ഇറ്റ് ഇസ് കോൾഡ്, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇറ്റ്സ് ഫോട്ടോ സ്റ്റേബിൾ പ്രോ ബൈ സൺഫാമ. അതെ, സൺഫാമ, കറക്റ്റ്, സൺഫാമ. 950 റുപ്പീസിൻ്റെ ആണ്. സോ അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഗൈസ്, ഞാൻ ഈ പറയുന്ന എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷൂസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നതും ഇതായിരിക്കും. കാലിൻ്റെ അടി മക്കളെ അസാധ്യ വേദനയാണ്. ഒരു ദിവസം നമ്മളൊരു 15,000 സ്റ്റെപ്സ് ഒക്കെയാണ് നടക്കുന്നത്. സോ പ്രായമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് കൊണ്ടുപോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പൊന്ന് മക്കളെ, ലൈക്ക് ഹു ആർ മൈ ഏജ്, ഐ എം ടെല്ലിങ് യു, പ്ലീസ് ഡോണ്ട് ക്യാരി ഹീൽസ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയത് നടത്തം കാരണം കാലുവേദനയായിരുന്നു. ഞങ്ങൾ ഡെയിലി തളർന്നു പോയ ഒരു സംഭവം കാലുവേദനയായിരുന്നു. സോ ഞാൻ എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ആണ് ഞാൻ കൊണ്ടുപോയത്. ഞാൻ അതും കൂടി കാണിച്ചു തരാം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഒരു സാൻഡിൽസ് ആണ് ഞാൻ എനിക്ക് വേണ്ടി ക്യാരി ചെയ്തത്. ഈ പെർട്ടിക്കുലർ സാൻഡിൽസ് ഹാപ്പൻ സ്റ്റാൻസ് എന്ന് പറഞ്ഞാണ്. ഞാൻ ഈ ട്രിപ്പിനായിട്ട് വാങ്ങിയതല്ല. എനിക്ക് പൊതുവെ ഈ കാലിൻ്റെ അടി വേദന എടുക്കുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തൊരു സ്ലിപ്പേഴ്സാണ്. ഇതിലൊരു ആർച്ച് സപ്പോർട്ടൊക്കെ ഉള്ള ഒരു സ്ലിപ്പറാണ് ഹാപ്പൻ സ്റ്റാൻസ്. ഇതൊരു 2700 സംതിങ്ങിൻ്റെ സ്ലിപ്പറാണ്. അടുത്തത് കുറച്ചൊരു ഹെവി പർച്ചേസ് ആണ്, പക്ഷെ എന്നാലും ഞാനൊരു വൺ ടൈം പർച്ചേസ് ആയിട്ട് വാങ്ങിയത് ഈ സ്കെച്ചേഴ്സിൻ്റെ മെമ്മറി ഫോം ഉള്ള ഒരു മറ്റേ എന്താ പറയുക, കെട്ടാൻ ഇതില്ലാത്ത ഒരു ചെരുപ്പാണ്. ഇത് സ്ലൈഡ് ഇൻ ഷൂസ് ആണ്. സോ ഇങ്ങനത്തെ ഒരു ഷൂസ് ഞാൻ മമ്മിക്കും വാങ്ങി, ഇങ്ങനത്തെ ഒരു ഷൂസ് ഞാൻ പപ്പയ്ക്കും വാങ്ങി. ബിക്കോസ് നടക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഇത്രയും ഞാൻ എന്താ പറയുക പ്രിക്കോഷൻസ് എടുത്തിട്ട് കൂടി കാല് നല്ല വേദനയായിരുന്നു. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് വളരെ മസ്റ്റാണ്. ഓക്കെ, പിന്നെ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഈ വാട്ടർ പ്രൂഫ് അല്ലാത്ത ചെരുപ്പ് എടുത്തു പോയാൽ മഴയത്ത് നനഞ്ഞ് ചിലപ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട്. ഷൂസ് അൾട്രാ കംഫർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്, ഇതൊരു ടിപ്പാണ് കേട്ടോ. ഒരു ടിഫിൻ ബോക്സ് കയ്യിൽ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. സിംഗപ്പൂരിൽ ഫുഡ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കമ്പയർഡ് ടു ഇന്ത്യ. ഞങ്ങളൊരു ടിഫിൻ ബോക്സ്, ഇതാരും പറഞ്ഞു തന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു
ബുദ്ധി ഉപയോഗിച്ച് ചെയ്താണ്. സോ ഒരു ടിഫിൻ ബോക്സിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രൈ ആയിട്ടുള്ള കേക്ക്, പേസ്ട്രി, ക്രോസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഈ ട്രിപ്പിന്റെ ഡ്യൂറിങ് ഉണ്ടാവുന്ന വിശപ്പുകൾ അത് ഞങ്ങൾ ഇതിലേക്കൂടി ഇത് ചെയ്യും. കാരണം ഞങ്ങൾ സിംഗപ്പൂർ മനസ്സിലാക്കിയത് ഒരു 3 പേരുടെ ഫാമിലിക്ക് ഒരു നേരം കഴിക്കാൻ $35 വേണം. ഏകദേശം $35 എന്ന് പറഞ്ഞാൽ ഒരു 2,500 അങ്ങനെ എന്തോ ആണ് വരുന്നത്. ഐ കാൽക്കുലേറ്റ് ആൻഡ് ടെൽ യു. 68 is 2,500 റുപ്പീസിന്റെ അടുത്തോളം ഒരു നേരത്തെ മീലിന് വേണം. അവിടെ ഒരു കാപ്പിക്ക് $4, $5 ഒക്കെയാണ്, $6 വരെയൊക്കെയാണ് ഒരു കാപ്പി ഉള്ളത്. പിന്നെ സ്നാക്സിന് പറയേണ്ട $8 ഒക്കെയാണ് ഒരു സ്നാക്സ്. അപ്പൊ ഞങ്ങൾ ഇത് വെച്ചു. ഇതെനിക്കൊരു ഫ്രീ ആയി കിട്ടിയ ഒരു ബോക്സ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് ബെന്റോ ബോക്സ് എന്നാണ് പറയുന്നത്. സ്റ്റാർബക്സിന് ഫ്രീ ആയി കിട്ടിയതാണ്. സോ യു ക്യാൻ പാക്ക് പ്ലാസ്റ്റിക് ആയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് എടുത്തോളൂ. സോ റീയൂസബിൾ പ്ലാസ്റ്റിക് ചെയ്താൽ ഇനിയും കുറച്ചും കൂടി നല്ലതായിരിക്കും. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമ്മൾ വെക്കേണ്ടത് ലോഷൻ, ഏതെങ്കിലും ഒരു ലോഷൻ കേട്ടോ. നിങ്ങൾക്ക് നിവിയായോ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ലോഷൻ വെച്ചോളൂ. ചില സമയത്ത് ഇതെനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടിയത് തന്നെയായിരുന്നു. അപ്പം ഞാൻ ഹോട്ടലിൽ നിന്ന് കിട്ടിയ ലോഷനാണ് വെച്ചേക്കുന്നത്. ഈ ഒരു ലോഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തതായിട്ട് ലോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിപ് ബാം ആണ്. ലിപ് ബാം ഞാൻ സാധാരണ നിവിയയുടെ ഒരു ലിപ് ബാം ആണ് വെച്ചത്. എനിക്ക് അധികം ലിപ്സ്റ്റിക് ഇടുന്നത് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ലിപ്സ് ഡ്രൈ ആവുകയും ചെയ്യും. മെയിൻ റീസൺ നമ്മൾ വെള്ളം കുടിക്കില്ല. മലയാളികൾ നമ്മൾ കുറച്ച് കാശ് ശ്രദ്ധിച്ച് ചിലവാക്കുന്നത് കൊണ്ട് വെള്ളത്തിന്റെ വില കേട്ടിട്ട് ഞാൻ വെള്ളം സത്യമായിട്ടും കുടിച്ചില്ല കേട്ടോ ഒരുപാട്. അതുകൊണ്ട് ചുണ്ട് ഭയങ്കര വരണ്ടു പൊട്ടും. അപ്പോൾ ഒരു ലിപ് ബാം വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ഒരു മൗത്ത് ഫ്രഷ്നർ വെക്കാം. ഈ അധികം വെള്ളം കുടിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ വയനാറ്റോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഒരു മൗത്ത് ഫ്രഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലും ഓർബിറ്റോ ഇത് ഞാൻ ഉപയോഗിച്ചത് സ്റ്റാർബക്സിന്റെ ഞാൻ സ്ഥിരമായി വാങ്ങുന്ന ഒരു സംഭവം കേട്ടോ. നല്ല സാധനമാണ്. കുറച്ച് വില കൂടുതലാണ്. ഒരു 200 സംതിങ് രൂപയുടെ ആണെങ്കിൽ കൂടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മൗത്ത് മിന്റ് ആണ്. സോ കീപ് ദിസ് വിത്ത് യു. നെക്സ്റ്റ് വരുന്നത് ഇവിടെ നമ്മളൊരു യഥാർത്ഥ മലയാളി, എൻ്റെ ഉള്ളിലെ യഥാർത്ഥ മലയാളി പുറത്തുവരും. കുറച്ച് സ്നാക്സ് കൊണ്ടുപോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. നമ്മുടെ ചക്ക ചിപ്സ്, എന്താ പറയാ, വാഴക്ക ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയാൽ കുറച്ച് പൈസ നമുക്ക് ലാഭിക്കാം. വിശപ്പ്, പിന്നെ നമ്മുടെ ആ നാട്ടിന്റെ ഫുഡിന്റെ ഒരു ഇതും, പിന്നെ യു ക്യാൻ നെവർ ടേക്ക് എ മലയാളി ഔട്ട് ഓഫ് എ മലയാളി എന്ന് പറയുന്ന സംഭവമാണ്. So what we carried was these ready to cook noodles കേട്ടോ. നിസ്സിന്റെ നൂഡിൽസ് ഞങ്ങൾ കൊണ്ടുപോയി. ഒരു ദിവസം ഞങ്ങൾ ഇത് ഉപയോഗിച്ചു കേട്ടോ. അപ്പൊ ഏകദേശം ഒരു $35 നമ്മൾ നൈറ്റ് ഡിന്നർ ലാഭിച്ചു. സോ ഈ സാധനങ്ങൾ നിങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇറ്റ്സ് എൻ ഓപ്ഷണൽ തിങ്. ഓക്കെ. പിന്നെ സ്നാക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് പ്രിന്റ് ഔട്ട്സ് കേട്ടോ. all of you who is traveling to international destination for the first time, carry printouts. എന്തൊക്കെയാണ് പ്രിന്റ് ഔട്ട് വെക്കേണ്ടത്? നിങ്ങളുടെ വിസയുടെ കോപ്പി, പിന്നെ നിങ്ങളുടെ ഹോട്ടൽ ബുക്കിങ്ങിന്റെ കോപ്പി, പിന്നെന്തായിരുന്നു ഹോട്ടൽ ബുക്കിങ്ങിന്റെ കോപ്പി, ഈ 2 കാര്യങ്ങൾ കേട്ടോ. പാസ്പോർട്ടിന് ഒറിജിനൽ വെച്ചേ പറ്റുള്ളൂ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്യണം. നമ്മൾ ഇമിഗ്രേഷനിൽ, ഞാനിപ്പോൾ കൊച്ചി എയർപോർട്ടിന്റെ കാര്യം പറയാം. നമ്മൾ ഇമിഗ്രേഷനിൽ കയറുമ്പോൾ വലിയ കൺഫ്യൂസിംഗ് ഒന്നും അല്ല കേട്ടോ. കൊച്ചിൻ ഞാൻ ഇമിഗ്രേഷൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഈ സിനിമയിലൊക്കെ കേട്ട് ഭയങ്കര പേടിച്ചിരിക്കുന്നു. ഭയങ്കരമാണ്, അവർ ഭയങ്കര ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളെ ഇതാക്കും, വെട്ടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഇമിഗ്രേഷൻ ഒന്നുമില്ല ഗൈസ്, വളരെ സിമ്പിളാണ്. നമ്മളൊരു ക്യൂവിൽ നിൽക്കുന്നു, നേരെ പോകുന്നു. കൊച്ചിയിൽ മാനുവൽ ഇമിഗ്രേഷൻ ആണ് ചെയ്യുന്നത് അധികവും. അവിടെ FTTP എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. പക്ഷെ ഞങ്ങളുടെ ഫ്ലൈറ്റ് 15-ാം തീയതി രാവിലെ 1 മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. വലിയൊരു തിരക്ക് കൊച്ചിയിൽ ഞാൻ കണ്ടില്ല കേട്ടോ. സോ ഇറ്റ് വാസ് ഈസി ഫോർ അസ്. ഒരു 10 മിനിറ്റിന്റെ കാര്യം എടുത്തുള്ളൂ. ഞങ്ങൾ അവിടെ പോയി കൗണ്ടറിൽ ഞങ്ങളോട് ചോദിച്ചു എവിടെയാണ് ട്രാവൽ ചെയ്യുന്നത്. മലയാളത്തിലാണ് ചോദിച്ചത്. എവിടെയാണ് ട്രാവൽ ചെയ്യുന്നത്? സിംഗപ്പൂർ. എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്? ടൂറിസ്റ്റ്. എത്ര ദിവസത്തേക്കാണ് ട്രാവൽ ചെയ്യുന്നത്? 5 ദിവസം. ഇത്രയും ഞങ്ങൾ ചോദിച്ചുള്ളൂ. അവർ നമ്മുടെ വിസ നോക്കി പാസ്പോർട്ടിൽ ഒരു സ്റ്റാമ്പ് ഇട്ടു, പൊക്കോന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. പക്ഷെങ്കിൽ ചില സമയത്ത് അവർ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കും എന്നൊക്കെ പറയും നിങ്ങളോട്. സോ ഹോട്ടൽ ബുക്കിങ്ങിന്റെ പ്രിന്റഡ് കോപ്പി വെക്കുന്നത് സേഫ് സൈഡ്, നല്ല കാര്യമാണ്. ഓക്കെ. പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. ഇപ്പൊ ID കാർഡ്സോ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കണമെങ്കിൽ വെച്ചോളൂ, സേഫർ സൈഡ്. ഞങ്ങൾ പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ എടുത്തു വെച്ചിരുന്നു. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്കറിയില്ല, ഇനി പാസ്പോർട്ട് എങ്ങാനും കളഞ്ഞു പോയാൽ നമ്മുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്യാലോ, അങ്ങനെ കടന്ന് ചിന്തിച്ചത് കൊണ്ട് ഞങ്ങൾ അതിന്റെയൊക്കെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒന്നിന്റെ ആവശ്യം വന്നില്ല, എന്നാലും ഇതെടുത്ത് വെച്ചോളൂ. പിന്നെ എനിക്ക് വളരെ
ഹെൽപ്ഫുൾ ആയ ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതൊരു ഇലക്ട്രോണിക് ഓർഗനൈസർ ആണ്. ഇതിലിപ്പോ സാധനങ്ങൾ ഇലക്ട്രോണിക്സ് ഇല്ല, തൽക്കാലം ഞാൻ വേറെ പല കാര്യങ്ങളും വെച്ചാണ്. ഇതിൽ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇങ്ങനെ ഇലക്ട്രോണിക്സിന്റെ വയറും കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ലതായിരുന്നു. സോ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, ഞങ്ങളുടെ എല്ലാവരുടെ ഇലക്ട്രോണിക്സ് ഈ സെക്യൂരിറ്റി ഇന്ത്യയിൽ, ഐ എം ഷുവർ മിക്ക ആൾക്കാരും ഇന്ത്യയിൽ എന്തായാലും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. സെക്യൂരിറ്റി നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവരെല്ലാ സാധനങ്ങളും നമ്മുടെ ബാഗിലേക്കുള്ള ഇലക്ട്രോണിക്സ് പുറത്തെടുപ്പിക്കും. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ബോക്സ് ആണെങ്കിൽ എൻ്റെ ചാർജർ, പപ്പയുടെ ചാർജർ, മമ്മിയുടെ ചാർജർ, പവർ ബാങ്ക്, അത് ഇത് കേബിൾസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് ഒരു പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാലും ആ ഒരു സാധനം മാത്രം പുറത്തെടുത്താൽ മതി. ആ പുറത്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെക്കാം. അവരുടെ ട്രേയിലേക്ക് വെച്ചിട്ട് ആ സെക്യൂരിറ്റിയുടെ അതിലേക്ക് അങ്ങോട്ട് വിടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഓർഗനൈസർ വാങ്ങിയത്. അത്ര വലിയ കോസ്റ്റ്ലി അല്ല. ഐ തിങ്ക് ഒരു 400-500 റുപ്പീസ് എന്തോ ആണ് ഞാൻ കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇഫ് യു വാണ്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ഷെയർ ദ ലിങ്ക് വിത്ത് യു ഗൈസ്. ഞാൻ വാങ്ങിയത് ഒരു മിഡിൽ ക്ലാസ് ആള് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു സാധനങ്ങളും അത്ര എക്സ്പെൻസീവ് ആയിരുന്നില്ല, എല്ലാം വളരെ മിനിമലിസ്റ്റിക് ആയിരുന്നു. പിന്നെ എൻ്റെ പ്രായക്കാർക്കും അല്ലെങ്കിൽ ആൻറ്റി അങ്കിളിനും എല്ലാവർക്കും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരു സെൽഫി സ്റ്റിക്ക് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇതിന് 250 270 രൂപ എന്തോ ഉള്ളൂ. സോ നമ്മളിപ്പോൾ അധികം ആൾക്കാരില്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ, ഇപ്പോൾ വ്ളോഗർ ആവണമെന്നില്ല, സാധാരണ ആൾക്കാർക്കും ഇത് ഈ സാധനം ഒന്ന് സ്റ്റാൻഡിൽ വെച്ചിട്ട് നിങ്ങളുടെ ഫോണ് കുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ നല്ല സുഖമായിരിക്കും. ആരുടെ ഹെൽപ്പ് ചോദിക്കേണ്ട. പക്ഷേങ്കിൽ അവിടുത്തെ ആൾക്കാരെല്ലാവരും വളരെ ഹെൽപ്ഫുള്ളും വളരെ ഓണസ്റ്റും സത്യസന്ധരും നല്ല ആൾക്കാരുമാണ്. അവിടുത്തെ ടൂറിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്തു തരും. പക്ഷെ ഞാൻ ഈയിടെയായിട്ട് വ്ളോഗിങ് തുടങ്ങിയതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ വാങ്ങിയതാണ്. അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല. 270-280 റുപ്പീസ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഇത്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ കീപ്പ് ഇറ്റ്. സോ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓൾറെഡി 30 minutes ആയി വീഡിയോ. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ സ്റ്റിൽ വാച്ചിങ് ദിസ് വീഡിയോ, ബട്ട് ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇസ് എക്സ്ചേഞ്ചിങ് യുവർ ഇന്ത്യൻ കറൻസി ഇൻ ടു സിംഗപ്പൂരിയൻ ഡോളർ. ഞങ്ങൾ ചെയ്ത ഒരു വിഡ്ഢിത്തരം എന്ന് പറയണ്ട, അവിഡിത്തരാണ് സത്യം പറഞ്ഞ കേട്ടോ. ഞങ്ങളത് പോകുന്നതിൻ്റെ അന്നേ ദിവസം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട്. സിംഗപ്പൂരിയൻ ഡോളർ ഞങ്ങൾ ചോദിച്ചു, ഇതെന്താ ഈസി, പോവുക, പൈസ കൊടുക്കുക, വാങ്ങുക, അത്രേ ഉള്ളൂ എന്ന്. പക്ഷെ അല്ല ഗൈസ്, സിംഗപ്പൂരിയൻ ഡോളർ മറ്റേ US ഡോളറോ അല്ലെങ്കിൽ ദിർഹമോ അതുപോലെ അത്ര കോമൺ അല്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു ട്രാവൽ ടു ഡൂ ദിസ് ഒരു 2-3 days അറ്റ്ലീസ്റ്റ് ഒരു 1 week മുന്നിൽ കൺവേർട്ട് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഞങ്ങൾ പോയത് കൊച്ചിൻ ഫോറെക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. വെസ്റ്റേൺ യൂണിയനിൻ്റെ ഇത് തന്നെയാണ്, അതൊരു ബ്രാഞ്ച് ആയിരുന്നു. വളരെ നല്ല ആൾക്കാരാണ്. ഹൈലി റെക്കമെൻഡ് ദാറ്റ് പ്ലേസ് ഇഫ് യു ആർ ഇൻ കൊച്ചിൻ. അവർ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും, നല്ല റേറ്റ്സും തരും അവർ കേട്ടോ. വേറെ ഒരു കാര്യം, എനിക്ക് അവർ പറഞ്ഞു തന്നൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. സോ ഡു നോട്ട് വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ഡേ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് അവിടെ പോയി ചേഞ്ച് ചെയ്യാം എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അവർ എനിക്ക് അഡ്വൈസ് ചെയ്തത്. റീസൺ ബീങ്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പം അതിൻ്റെ ചാർജസ് ആർ ആക്ച്വലി വെരി ഹൈ. അവർ പറഞ്ഞത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന അമൗണ്ടിൻ്റെ 10% അവർ കമ്മീഷനായിട്ട് എടുക്കുന്നതെന്ന്. പക്ഷേങ്കിൽ നമ്മൾ ഒരു വെസ്റ്റേൺ യൂണിയനിൽ പോയിട്ട് ചെയ്യുമ്പോൾ അവർ വളരെ ഒരു മീഗർ എമൗണ്ട്, എന്തോ 200 രൂപയോ 200 രൂപയോ എന്തോ ആണ് കമ്മീഷനായിട്ട് എടുക്കുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ അമൗണ്ട് യു ആർ കൺവേർട്ടിങ്. അതാണ് അവർ എനിക്ക് തന്ന ഇൻഫർമേഷൻ. ഐ വിൽ പാസ് ഇറ്റ് ഓൺ ടു യു ആസ് വെൽ. സോ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ വെൽ ഇൻ അഡ്വാൻസ് ചെയ്ത് വെക്കുക. പിന്നെ എത്ര ക്യാഷ് ക്യാരി ചെയ്യണം അത് നിങ്ങളുടെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ലക്ഷറി ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചെയ്തത് ഒരു $100 ആയിരുന്നു കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. $100 എന്ന് പറഞ്ഞാൽ ഏകദേശം $100-150 എന്തോ ആണ്. അല്ല, ഞാൻ $200 കൺവേർട്ട് ചെയ്തു. സോറി, $200 ആണ് ഞാൻ കൺവേർട്ട് ചെയ്തത്. $100 പപ്പയ്ക്ക് കൊടുത്തു, $100 ഞാൻ എൻ്റെ അടുത്ത് വെച്ചു. $90 പപ്പയ്ക്ക് എടുത്തു, $10 മമ്മിക്ക് വെച്ചു, $100 ഞാനും വെച്ചു. ബിക്കോസ് ഐ വാസ് ദ മാസ്റ്റർ ഓഫ് ദ ടൂർ, സോ ഐ കെപ്റ്റ് മാക്സിമം എമൗണ്ട് ഓഫ് മണി വിത്ത് മീ. ബിക്കോസ് വി വർ ഓണസ്റ്റ്ലി നോട്ട് ഗോയിങ് ഫോർ ഷോപ്പിംഗ്. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടല്ല സിംഗപ്പൂർ പോയത്. ആൻഡ് ഓൾസോ കൺസിഡർ ദിസ് ഇൻഫർമേഷൻ. ഇഫ് യു ആർ എ മിഡിൽ ക്ലാസ് മലയാളി ലൈക്ക് മീ, പ്ലീസ്, സിംഗപ്പൂർ ഇസ് നോട്ട് എ പ്ലേസ് ഫോർ ഷോപ്പിംഗ്. എല്ലാം
ഇന്ത്യയെക്കാട്ടും ഭയങ്കര കോസ്റ്റ്ലിയാണ്. 1-2 ബ്രാൻഡ്സ് ആണ് വളരെ ചീപ്പായിട്ട് എനിക്ക് തോന്നിയത്. അത് ഞാൻ നിങ്ങളോട് ഇൻ അവർ വ്ളോഗ്സ്, ഇൻ സബ്സിക്വൻറ്റ് വ്ളോഗ്സ് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു വിച്ച് ഓൾ ബ്രാൻഡ്സ്. സോ സിംഗപ്പൂർ ഇസ് നോട്ട് എ പ്ലേസ് ഫോർ ഷോപ്പിംഗ്. ഇത് ജസ്റ്റ് നമ്മൾക്ക് ചില സ്ഥലങ്ങളിൽ എല്ലാവരുടെയും കാർഡ് എടുക്കും. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ ആകുമ്പോൾ ഇല്ലേ, ഐ സജസ്റ്റ് നിങ്ങളൊന്ന് ആ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്ത് ആ ഒരു കറൻസി കയ്യിൽ പിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളത് ചെയ്യുക. കൊച്ചിയിലുള്ളവർ ഡെഫിനറ്റ്ലി ഹെഡ് ടു കൊച്ചിൻ ഫോറെക്സ് എന്നാണ് അതിൻ്റെ പേര്. യു ഗോ ദ, നൈസ് പീപ്പിൾ, ഫ്രണ്ട്ലി പീപ്പിൾ വിൽ ഡു ഇറ്റ്. ഞങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റ് പോയിട്ടും അവർ ഞങ്ങൾക്കുള്ള അക്കോമഡേറ്റ് ചെയ്തു തന്നു. സോ ദാറ്റ് ഇസ് ഇറ്റ്. ദാറ്റ്സ് അബൌട്ട് foreign exchange. Then comes carry caps with you. തലയിൽ തൊപ്പി കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പം മഴ മാത്രമല്ല, അവിടെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. വെയിൽ നന്നായി ഷാർപ്പായിട്ട് അടിക്കും. സോ ക്യാരി ക്യാപ്സ് വിത്ത് യു. നല്ല എന്താ പറയുക, ഡെക്കാത്ലണിന്നോ എവിടെന്നെങ്കിലും വാങ്ങിയ ക്യാപ്പുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഞങ്ങളുടെ കയ്യിൽ പഴയ ക്യാപ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്തില്ല. പപ്പയാണ് മിക്കതും ക്യാപ്പ് ഉപയോഗിച്ചത്. എൻ്റെ മുടി കേടുവരാതിരിക്കാൻ ഞാൻ ക്യാപ്പ് ഉപയോഗിച്ചില്ല. ഓക്കെ, പിന്നെ ഒരു ക്വിക്ക് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ആണ്. ഇതും ഞാൻ ആരും ഒരു വ്ളോഗിലും ഷെയർ ചെയ്തിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ സിംഗപ്പൂർ പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ബർത്ത്ഡേ ട്രിപ്പായിട്ട് പോവുകയാണെങ്കിൽ, ഞങ്ങൾ അങ്ങനെയാണ് പോയത്. ഇറ്റ് വാസ് ആക്ച്വലി മൈ ഫാദേഴ്സ് ബർത്ത്ഡേ. November 18th എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് പപ്പയുടെ ബർത്ത്ഡേയുടെ ഒരു ഇതായിട്ട് പോയതാണ് കേട്ടോ. സോ യു വിൽ ഗെറ്റ് സം ബെനിഫിറ്റ്സ് ഇൻ സിംഗപ്പൂർ. ഫസ്റ്റ് ബെനിഫിറ്റ് ഇസ് ദ ഹോട്ടൽ വേർ യു ആർ ചെക്കിംഗ് ഇൻ, do check out with them. Sometimes they give you complimentary cakes, so you will not have to shell out ഒരു $40 $30 ഒന്നും നമ്മളൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്യാൻ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. സോ ഞങ്ങളുടെ ഹോട്ടൽ വാസ് ബ്യൂട്ടിഫുൾ ഹോട്ടൽ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ ഞങ്ങൾ വെൽ ഇൻ അഡ്വാൻസ് അവിടെ പോയ ഉടനെ ചെക്ക് ഇൻ ചെയ്ത ദിവസം തന്നെ നിങ്ങൾ അവിടെ ഇൻഫോം ചെയ്യുക. 18th November എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഐ ടോൾഡ് ദം. ദേ അറേഞ്ച്ഡ് എ ബ്യൂട്ടിഫുൾ കേക്ക് ഗൈസ്. സത്യം പറയാം, കോംപ്ലിമെൻ്ററി കേക്കാന്ന് പറയാൻ പറ്റില്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു. അത്ര മനോഹരവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു. സോ ദേ വർ വെരി കൈൻഡ്. അടുത്തത്, നിങ്ങളുടെ ബർത്ത്ഡേക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ് കേട്ടോ. നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ കയറിയ ഉടനെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ റൈറ്റ് സൈഡിൽ ഗസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അവിടെ പോയിട്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊരു കോംപ്ലിമെൻ്ററി ഐസ്ക്രീം തരും. മെൽസ് എന്ന് പറഞ്ഞൊരു നല്ല ബ്യൂട്ടിഫുൾ കഫേ ഉണ്ട്. യു ക്യാൻ ഗെറ്റ് യുവർ വണ്ടർഫുൾ ഐസ്ക്രീം ദെയർ. ആൻഡ് ഓൾസോ യു വിൽ ഗെറ്റ് 15% ഡിസ്കൗണ്ട് ഇൻ ഓൾ ദ F&B ദെയർ. ഫുഡ് ആൻഡ് ബെവറേജ് കഴിക്കുമ്പോൾ അവരോട് പറഞ്ഞ് ആ കൂപ്പൺ കാണിച്ചു കൊടുത്താൽ അവർ 15% ഡിസ്കൗണ്ട് തരും. സോ കീപ് that in mind if you're traveling on your birthday or anyone in your group or somebody is having a birthday. അവർ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റിക്കറും തരും കേട്ടോ. സോ നല്ലൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയ അന്നായിരുന്നു പപ്പയുടെ ബർത്ത്ഡേ. അന്ന് ഒരുപാട് ആൾക്കാർ, പപ്പയെ അറിയാത്ത റാൻഡം ആൾക്കാർ, ബിക്കോസ് ഓഫ് ദ സ്റ്റിക്കർ ലോട്ട് ഓഫ് പീപ്പിൾ വിഷ്ഡ് മൈ ഡാഡി. സോ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത്. അവിടുത്തെ ഈ പപ്പറ്റ്സും വലിയ വലിയ ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അവിടെ നടക്കും കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇടാം, എൻ്റെ ഫർദർ വ്ളോഗിൽ ഇടാം. സോ അവരൊക്കെ പപ്പയെ വിഷ് ചെയ്തപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ നിങ്ങളും അത്, നിങ്ങൾ ആരെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ അത് മറക്കണ്ട, ഈ 2 കാര്യങ്ങളും. ഓക്കെ, നെക്സ്റ്റ്, ഇതൊരു എന്താ പറയുക, ഗോൾഡൻ ടിക്കറ്റ് ആണ് മക്കളെ. വാട്ട് ഐ എം ഷെയറിങ് വിത്ത് യു ഇസ് ദാറ്റ് ഈസ് അബൌട്ട് യുവർ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. ഓക്കെ, സോ ഓൾവേസ് നമ്മുടെ എല്ലാവരുടെ കയ്യിലും നമ്മുടെ റെസ്പെക്റ്റീവ് ബാങ്കിന്റെ കാർഡ് ഉണ്ടാവും. പക്ഷെങ്കിൽ അതിലൊരു ക്യാച്ച് ഉണ്ട്. നമ്മൾ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഫോറെക്സ് മാർക്കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ ബേസിക്കലി നമ്മൾ എന്തൊരു ട്രാൻസാക്ഷൻ അവിടെ കാർഡ് വഴി ചെയ്യുമോ നമ്മുടെ ബാങ്ക് ഒരു 2 to 3% കമ്മീഷൻ എടുക്കും. ഓക്കെ, സാധാരണ കാർഡുകളിൽ, ക്രെഡിറ്റ് ആണെങ്കിലും ഡെബിറ്റ് ആണെങ്കിലും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ പറയുന്നത് നമ്മൾ 1 month prior to our ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ,
സീറോ ഫോറെക്സ് മാർക്കപ്പ് കാർഡുകളെ കുറിച്ച് റിസർച്ച് ചെയ്യാം. ഞാൻ അത്യാവശ്യം റിസർച്ച് ചെയ്തിരുന്നു. സോ ഞാൻ കണ്ടുപിടിച്ച കാർഡുകൾ ഫെഡറൽ ബാങ്കിന്റെ സ്കേപ്പിയ എന്ന് പറഞ്ഞ കാർഡ്, യൂനി മണിയുടെ ഒരു കാർഡ്, സീറോ ഫോറെക്സ് മാർക്കപ്പിന്റെ, ഈ 2 കാർഡുകളാണ് ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഐ ഹാവ് സം ലോൺസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, ദ റെഗുലർ മലയാളി അല്ല, റെഗുലർ ഇന്ത്യൻ തിങ്സ്, ലോണുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് അവർ ഹൈ റിസ്ക് ആയതുകൊണ്ട് എനിക്ക് അവർ കാർഡ് തന്നില്ല. സോ ഞാൻ വിചാരിച്ചു എൻ്റെ പൈസ ഒരുപാട് വേസ്റ്റ് ആവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു. ഒരുപാട് റിസർച്ച് ചെയ്ത് കുറെ ചാറ്റ് GPT ചോദിച്ചു, കുറെ അവിടെ ചോദിച്ചു, കുറെ ഇവിടെ ചോദിച്ചു, അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു സംഭവമായിരുന്നു DCB ബാങ്കിന്റെ ഈ കാർഡ്. സോറി, ഐ ഷോ യു. ഇതാണ് നിയോ കാർഡ്. ഓക്കെ, നിയോന്റെ കോ ബ്രാൻഡിങ്ങിലുള്ള DCB ബാങ്കിന്റെ കാർഡാണ്. വളരെ നല്ല പ്രോസസ്സായിരുന്നു. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ടു ഓൾ ഓഫ് യു ഹു ആർ ഇന്റർനാഷണലി ട്രാവലിംഗ്. ഫസ്റ്റ് ടൈം ആണെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. വളരെ എളുപ്പത്തിൽ കിട്ടിയ ഒരു കാർഡായിരുന്നു. ആൻഡ് യു വിൽ നോട്ട് ബിലീവ്, ഞാൻ ഈ കാർഡിന് അപ്ലൈ ചെയ്യുന്നത് 11-ാം തീയതിയാണ് കേട്ടോ. 15-ാം തീയതിയാണ്, അല്ല 10-ാം തീയതിയാണ് ഞാൻ ഈ കാർഡ് അപ്ലൈ ചെയ്തത്. 14-ാം തീയതിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. 4 ദിവസം കൊണ്ട് എനിക്ക് ഈ കാർഡ് എൻ്റെ കയ്യിൽ കിട്ടി. ഇതൊരു ജാക്ക് പോട്ടാണ് കേട്ടോ. സീറോ ഫോറെക്സ് മാർക്കപ്പ്, എവറി ട്രാൻസാക്ഷനിൽ ഞാനൊരു 2 to 3% സേവ് ചെയ്തു കേട്ടോ. സോ ഐ റെക്കമെൻഡ് ഓൾ ഓഫ് യു ആർ ട്രാവലിംഗ്, ഈ നിയോ കാർഡ്, സ്കേപ്പിയും മറ്റേ യൂനി മണിയുടെ സീറോ ഫോറെക്സ് കാർഡൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഭയങ്കര ഹൈ റിസ്ക്കും, നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, അതാണ് ഇതാണ്, ഒലക്കെയാണ്, അതാണ് ഇതാണ്, ഒരു ഡ്രാമയും ഇല്ലാതെ പെട്ടെന്ന് വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് കാർഡ് കിട്ടി. ഇപ്പൊ നിങ്ങൾ കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ, ആരെങ്കിലും വീട്ടിൽ യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് എടുക്കുക. അവർ നിങ്ങൾക്ക് ഒരു വീഡിയോ KYC ഉണ്ടാവും, അതിലേ കൂടി നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടുന്നതാണ്. ക്യാരി ചെയ്താൽ ഭാവിയിലുള്ള ട്രാവലിംഗ് എല്ലാം വളരെ എളുപ്പമായിരിക്കും. സാധാരണ നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ ഡെപ്പോസിറ്റ് ചെയ്യുക, അതിൽ നിന്ന് ആവശ്യമുള്ള മണി സ്വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിയോ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ചെയ്തുതരും, DCB ബാങ്കിന്റെ കേട്ടോ. സോ കീപ് ദിസ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഞാൻ ഇന്ന് വരെ ആരും ഒരു വ്ളോഗിലും ഈ ഒരു കാർഡിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടില്ല കേട്ടോ. സോ കീപ് ദിസ് കാർഡ് വിത്ത് യു, സീറോ ഫോറെക്സ് മാർക്കപ്പ് കാർഡ്. പിന്നെ ആവശ്യമുള്ളത് ഈ ഇതാണ് കേട്ടോ, കണ്ണടയാണ്. ഒരു കണ്ണട എന്തുകൊണ്ട് വെക്കുന്നത് നല്ലതാണ്, നല്ല വെയിലടിക്കും ആ സമയത്ത്, ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് സംതിങ് ലൈക്ക് ദിസ്. വോലിനിയൊക്കെ വെച്ചോളൂ മക്കളെ, ബിക്കോസ് ഒരുപാട് നടന്നു കഴിഞ്ഞാലേ കാലിൻ്റെ പണ്ടം അടങ്ങിപ്പോവും, അത്രയ്ക്ക് നടക്കാനുണ്ട്. സോ കീപ് പെയിൻ റിലീഫ് സ്പ്രേ ഓർ എനിത്തിങ് വിത്ത് യു. പിന്നെ വെക്കേണ്ടത് ഇതാണ്, ഇതൊരു P-Safe എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ കയ്യിൽ എപ്പോഴും ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ദിസ് ഇസ് കോൾഡ് ടോയ്ലറ്റ് സാനിറ്റൈസർ, സീറ്റ് സാനിറ്റൈസർ. പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരും നമുക്ക്. സോ ഇതൊരു വളരെ വില കുറവായ ഒരു സാധനമാണ്, 180 റുപ്പീസേ ഉള്ളൂ. 75 ml ഒരു സ്പ്രേ ആണ്. നമ്മൾ എവിടെയെങ്കിലും വാഷ്റൂമിൽ പോകുമ്പോൾ ആ സീറ്റിൻ്റെ മുകളിലൊന്ന് സ്പ്രേ ചെയ്യുക, എന്നിട്ട് ഉപയോഗിക്കുക. ഷേക്ക് വെൽ 25 ഒരു 10 സെക്കൻഡ് സ്പ്രേ ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് വാഷ്റൂമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസിൻഫെക്റ്റൻറ്റ് പോലെ ആയിരിക്കും. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. സോ എല്ലാ ട്രിപ്പിലും, ഇന്ത്യൻ ആണെങ്കിൽ ഇന്റർനാഷണൽ ആണെങ്കിൽ ഞാൻ ക്യാരി ചെയ്യും, ബിക്കോസ് വി ഡോണ്ട് നോ ഹൗ ഹൈജീനിക് ദ ടോയ്ലറ്റ്സ് ആർ. ഓക്കെ, ടോയ്ലറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ്, ഇപ്പം തന്നെ 3/4 മണിക്കൂറായി, സ്റ്റിൽ ഐ വിൽ ടെൽ ദിസ്. ഞാൻ സിംഗപ്പൂർ ചൂസ് ചെയ്യാനുള്ള അടുത്ത കാരണം കേട്ടോ, ഇതാരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല, എന്നിരുന്നാൽ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബാത്റൂമാണ് കേട്ടോ. നമുക്ക് ഇന്ത്യൻസിന് വെള്ളം അല്ലെങ്കിൽ ജെറ്റ് സ്പ്രേ ഉപയോഗിച്ചിട്ടുള്ള ശീലമുള്ളതാണ്. സോ സിംഗപ്പൂർ ഈസ് എ വെരി സേഫ് കൺട്രി ഇൻ ദാറ്റ് വേ, ബിക്കോസ് എവറി കമ്മോഡ് ഹാസ് എ ജെറ്റ് ഇൻസ്റ്റാൾഡ് ഇൻ ഇറ്റ്. സോ ജെറ്റായിട്ട് അവിടെ വെക്കില്ല, സ്പ്രേ ആയിട്ട് വെക്കില്ല, പക്ഷെ കമോഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ജെറ്റ് ഉണ്ട്. സോ അതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. പക്ഷെ അവിടെ വെള്ളം ഉണ്ട്, നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ യൂറോപ്യൻ കൺട്രിയിൽ പോകുന്ന പോലത്തെ ആ ടെൻഷൻ വേണ്ട. സോ ഇതും ഒരു മിഡിൽ ക്ലാസ് ഇൻഫർമേഷൻ ആണ്, അഗൈൻ ഷെയറിങ് വിത്ത് യു ഓൾ. പിന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സാധനം ഇതാണ് കേട്ടോ. ഇതൊരു പാസ്പോർട്ട് ഹോൾഡർ ആണ്. ഇത് ട്രാജക്ടറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതിന് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതൊരു 200 റുപ്പീസിൻ്റെ എന്തോ ആണ്. അതിൽ ജസ്റ്റ് ഓപ്പൺ ഇറ്റ് ആൻഡ് ഷോ ഇറ്റ് ടു യു. ഇതിൽ ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്.
പാസ്പോർട്ട് ഹോൾഡർ ആണ് കേട്ടോ. ഇങ്ങനെ ഇതിൽ കുറേ കോളംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് വെക്കാം, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട്സ് ഹോൾഡ് ചെയ്ത് വെക്കാം, ടിക്കറ്റ്സ് കാര്യങ്ങൾ ബാഗിലും വെക്കാം. അപ്പം എന്നോട് ചോദിക്കും, ഓ നിങ്ങൾക്ക് എന്താ ബാഗിൽ വെച്ചൂടെ? വെക്കാം. പക്ഷെ പല സ്ഥലങ്ങളിൽ നിങ്ങളുടെ പാസ്പോർട്ട് അവർ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ക്ലട്ടഡ് ആയിട്ട് ബാഗിൽ ഇങ്ങനെ കിടക്കുന്നതിലും ഭേദം ഒരു ബാഗിൽ വെക്കുന്നത്. ഇതിനാണെങ്കിൽ വലിയ വിലയും ഇല്ല. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് 270 രൂപ എന്തോ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു യൂസ്ഫുൾ ആയൊരു സംഭവമായിരുന്നു കേട്ടോ ഇത്. സോ ഐ റെക്കമെൻഡ് ദിസ് ടു ഓൾ ദ ട്രാവലേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഏജ്. ക്യാരി വൺ തിങ് ലൈക്ക് ദിസ്. ഓർഗനൈസ്ഡ് ആയിരിക്കാം. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഗ് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് കിട്ടും. Okay, so auntie, uncle, or my friends and sisters and brothers and friends whoever is traveling, buy this. I'll put the link for this as well. Nalla bangiyulla saanana. This is also available on I recently saw Swiggy-il, Instamart-il ഇത് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഐ തിങ്ക് ഇൻസ്റ്റാമാർട്ടിൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. ആമസോണിൽ ഇറ്റ് കോസ്റ്റഡ് മീ സം 278 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഞാൻ ലിങ്ക് ഇടാം. പിന്നെ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയൊരു സാധനം ഇതാണ്. ഇതൊരു പോർട്ടബിൾ മസാജറാണ് ഗൈസ്. എന്നോട് ചോദിക്കും ഇതൊരു അധിക പ്രസംഗമല്ലേ എന്ന്. പക്ഷേ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു, ജെന്യൂൻ ആയിട്ട് പറയാം കേട്ടോ, ഇതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ എനിക്ക് ഇവരിൽ നിന്ന് ഒരു പൈസയും കിട്ടുന്നില്ല. പക്ഷേ ഈ സാധനത്തിൻ്റെ ഞാനൊരു ഷോർട്സിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അൺബോക്സിങ്ങിൻ്റെ. ഇഫ് യു ഫൈൻഡ് ടൈം പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദാറ്റ്. ഫോർ എവറി ഏജ് ദിസ് ടെൻസ് മസാജറായത്. എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. ബിക്കോസ് ഐ എം എ ഡെന്റിസ്റ്റ്. എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സെർവൈക്കൽ ബാക്ക് പെയിനും ഷോൾഡർ പെയിനും ഉണ്ടായിരുന്നു. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ വെയിറ്റ് ഒക്കെ തൂക്കിയിട്ട് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു എനിക്ക്. അസഹനീയമായ ഒരു ബോഡി പെയിൻ ആയിരുന്നു. സോ ഈ മസാജർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഐ റെക്കമെൻഡ് ദിസ് പ്രൊഡക്റ്റ് ആഫ്റ്റർ യൂസിങ് ഇറ്റ്. ടെൻസ് മസാജർ ബൈ അഗാരോ. ഇതൊരു 1000 സംതിങ് റുപ്പീസിൻ്റെ ആയിരുന്നു. ഇവിടെ പോർട്ടബിൾ ആണ്. ഇവിടെ പാച്ചസ് ഒട്ടിച്ചിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെക്കുകയായിരുന്നു ചെയ്തത്. ത്രൂ ഔട്ട് ദ ഫ്ലൈറ്റ് നല്ല സുഖമായ മസാജിങ് ആയിരുന്നു. സോ ഐ ഡിഡ് നോട്ട് ഫീൽ പെയിൻ. എവറി ഡേ തിരിച്ചു വന്നിട്ടും ഞാൻ എൻ്റെ ഷോൾഡറിൽ, എനിക്ക് ഷോൾഡർ പെയിനും കഴുത്ത് വേദനയായിരുന്നു. നിങ്ങൾക്ക് എവിടെ വേദന ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാം. സോ പ്ലീസ് buy this. If you have elderly parents, you can gift it to them. It's a very good product guys. അസാധ്യമാണ്. ഞാൻ അത്രയും എൻ്റെ ഒരു വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് കണ്ടോ, ഇത്ര ഉള്ളൊരു സാധനമാണ്. നമ്മുടെ ഫോണിനെക്കാട്ടും ചെറുതാണ്. നമ്മൾ കയ്യിൽ വെക്കാൻ പറ്റുന്ന സാധനമാണ്. ഡിസ്പ്ലേയും എല്ലാം ഉള്ള കാര്യം. ഇത് കണ്ടോ, ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ. 10-25 മോഡ് ഓഫ് മസാജിങ് ഉള്ളൊരു സാധനമാണ്. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് എ സ്പാ. സോ ബൈ ദിസ് ഫോർ യുവർ ട്രാവലിംഗ്. ഇറ്റ്സ് വെരി ഗുഡ്. അവർ നല്ലൊരു പൗച്ചും തന്നു. അപ്പം ഞാൻ ഇത് ക്യാരി ചെയ്തിരുന്നു. ഇറ്റ് വാസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ബൈ മീ, ബൈ മൈ മദർ. എവറിബഡി യൂസ്ഡ് ഇറ്റ്. സോ ഗോ ഫോർ ഇറ്റ് ഗൈസ്. പിന്നെ എന്താ ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊരു ഇൻഫർമേഷൻ അല്ല, പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ ഇൻസ്റ്റെഡ് ഓഫ് ക്യാരിയിങ് എ പെർഫ്യൂം ഐ ക്യാരീഡ് ദിസ് അത്തർ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഇത്. സോ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ വാങ്ങിയ അജ്മലോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ പെർഫ്യൂമില്ലേ, ഇതൊരു ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് വേർക്കും. നമ്മൾ പെർഫ്യൂമിൻ്റെ മണം പെട്ടെന്ന് പോവും കേട്ടോ. നമ്മൾ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് അധികം വലിയ കോസ്റ്റ്ലി പെർഫ്യൂമൊന്നും നമ്മൾ വാങ്ങില്ല. സോ ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, നമ്മളൊന്ന് ഡ്രസ്സിൽ തേക്കുക അല്ലെങ്കിൽ കഴുത്തിലോ ബോഡിയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം മണം നിൽക്കും. ആ ഒരു നല്ല ഫ്രേഗ്രൻസ് മെയിൻറ്റെയിൻ ആവും. പിന്നെ ഇത് പോർട്ടബിളും ആണ് കേട്ടോ. ഇച്ചിരി ഒരു ചെറിയ ക്വാണ്ടിറ്റി മതി, ഫുൾ നമ്മൾ നല്ലൊരു സ്മെല്ല് വരും. സോ ഐ റെക്കമെൻഡ് പേഴ്സണലി. നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു 10-250 രൂപയുടെ ഒരു നല്ലൊരു അത്തർ വാങ്ങി വെക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതാണ് എനിക്ക് തോന്നിയത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണ്, ഞാനൊരു ഫേസ് വാഷും കൊണ്ടുപോയി. ഇതൊന്നും അവിടെ കിട്ടില്ല. ഇതെനിക്കുള്ളൊരു ഇതാണ്. ഫേസ് വാഷ് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ വെക്കുന്നു. മുഖം കഴുകുന്ന എന്തുകൊണ്ട് നല്ലതാണ്. സോ അതുകൊണ്ട് ഞാൻ വെച്ചു. ലോട്ടസിൻ്റെ ഇതാണ് ഞാൻ കൊണ്ടുപോയത്. ഇത് ഡീടാൻ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് എ ഡീടാൻസ് ഫേസ് വാഷ് ബൈ ലോട്ടസ്.
പിന്നെ ഇതിന് എത്ര 250 രൂപ എന്തോ ആണ്. സോ യു ക്യാൻ വാട്ടെവർ. സോ ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരു ഇൻഫർമേഷൻ കൂടിയാണ് കേട്ടോ. ഇപ്പം തന്നെ 50 മിനിറ്റ് ആയി ഗൈസ്. ഐ എം സോ സോറി, ദിസ് ഇസ് സച്ച് എ ലോങ് വീഡിയോ. സിം കാർഡ് ഒരിക്കലും ലോക്കൽ റോമിംഗ് നിങ്ങളുടെ എയർടെല്ലോ വോഡഫോണോ ജിയോ ആണെങ്കിൽ പ്ലീസ് അതിൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യല്ലേ. വെറും വേസ്റ്റ് ഓഫ് മണിയാണ്. ഞാനത് ചെയ്തു. 800 രൂപ കൊടുത്ത് ഞാൻ ഒരു വിവരക്കേട് കാണിച്ചു. ഓക്കെ, അവിടെ പോയി നേരെ ലിറ്റിൽ ഇന്ത്യയോ ഏതെങ്കിലും മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ M1 ഓക്കെ M1 എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സിം കാർഡ് കിട്ടും. വെറും 600 രൂപയുള്ളൂ. 600 സംതിങ് ഓക്കെ 600 സംതിങ് രൂപയുടെ സിം കാർഡാണ്. ഇതിൽ 400 GB ആണ് ഗൈസ് ഇന്റർനെറ്റ് കിട്ടുന്നത്. 150 മിനിറ്റ്സ് ഓഫ് ഐ തിങ്ക് ഇന്റർനാഷണൽ കോളും പിന്നെ ലോക്കൽ നിങ്ങൾ ആരെ വിളിച്ചാലും ഫ്രീയുമാണ്. സോ ടെമ്പററി ആയിട്ട് ഈ സിം എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഒട്ടും ഇതിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റോമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. ഇപ്പം എൻ്റെ പപ്പയ്ക്ക് പോസ്റ്റ് പെയ്ഡ് എയർടെൽ ആയിരുന്നു. സോ ഇറ്റ് വാസ് ആക്ച്വലി വെരി കോസ്റ്റ്ലി. 2000-3000 റുപ്പീസ് എന്താണ് റോമിങ്ങിന് ചോദിച്ചാൽ നമ്മളൊരു 5 ദിവസത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സോ M1 കമ്പനിയുടെ സിം കാർഡ് വാങ്ങിക്കോളൂ കേട്ടോ. സിങ്ടെലാണ് എനിക്ക് ആക്ച്വലി ChatGPT റെക്കമെൻഡേഷൻ തന്നത്. സിങ്ടെൽ അവിടെ കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് കിട്ടിയത് M1 ആണ്. 10 ദിവസത്തെ വാലിഡിറ്റി എന്തോ ഉണ്ട് ഇതിന്. ഇപ്പം ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇതിൻ്റെ നെറ്റാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ, അറിയാതെ. നിങ്ങളുടെ സിം 2-ൽ ഇത് വെക്കുക. പിന്നെ വർക്കിംഗ് ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടും അവനവൻ്റെ ഫസ്റ്റ് സിം ആക്ടിവേറ്റ് ചെയ്ത് വെച്ചോളൂ. ബെയർ മിനിമം പ്ലാൻ ഐ തിങ്ക് എയർടെലൊക്കെ ആണെങ്കിൽ 799 എന്തോ ആണ്. പക്ഷെ അതിനെക്കൊണ്ട് ഒരു ഗുണമില്ല. 2 GB മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ത്രൂ ഔട്ട് ഫുൾ. ഒരു ദിവസമല്ല കേട്ടോ, നമുക്കിവിടെ 2 GB പെർ ഡേ ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷെ ഇത് 2 GB അത്രേ ഉള്ളൂ. സോ നോട്ട് എ ഗുഡ് സജഷൻ. ബട്ട് ഇഫ് യു ആർ വർക്കിംഗ്, ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ യുവർ റിമോട്ട്ലി വർക്കൊക്കെ ചെയ്യണമെങ്കിൽ you have to get it. But still I tell you 600 rupees worth it. M1 നല്ല കവറേജ് ആണ്. ഫ്ലോലെസ് 5G ഇന്റർനെറ്റ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്താ ഗൈസ്, അനദർ അഡീഷണൽ ഇൻഫർമേഷൻ ഇസ് go get your FTTP is a new thing. It's called fast track visa. This is for all the youngsters. പെട്ടെന്ന് വിസ ഇമിഗ്രേഷനിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം. യു ഗൈസ് പ്ലീസ് റിസർച്ച്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ കൊച്ചിൻ എയർപോർട്ടിൽ എഴുതി കണ്ടിരുന്നു. എന്താ പറയുക, ക്വിക്ക് ഇമിഗ്രേഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ ഡിജി യാത്രയൊക്കെ ചെയ്യുന്നത് പോലെ എന്തോ ഒരു സംഭവമാണ്. ബട്ട് പ്ലീസ് എക്സ്പ്ലോർ ഇറ്റ്. ഇരുന്നാലും ഇഫ് യു ആർ ട്രാവലിംഗ് ഫ്രം കൊച്ചിൻ, I didn't find a long queue. I was fortunate. I was lucky, touch wood. I didn't get a long queue. So for me മറ്റേ സാധാ ഇമിഗ്രേഷൻ വർക്ക്ഔട്ട് ചെയ്തു. സോ ദാറ്റ് വാസ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾ ഗൈസ്. ഇത് വളരെ ലെങ്തി ആയി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വ്ളോഗിൽ ഡിസ്കസ് ചെയ്യാം. മൈ ലാസ്റ്റ് സജഷൻ ടു യു ഇസ് വെയർ ടു സ്റ്റേ. ഐ സജസ്റ്റ് യു ലിറ്റിൽ ഇന്ത്യ ഉള്ള ഹോട്ടലിലാണ് എടുക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യം. എനിക്കൊരു നിർബന്ധമായിരുന്നു that I wanted my parents to experience a 5-star hotel. So I chose a 5-star hotel, budget 5-star hotel. My hotel's name was One Farer. അവിടുത്തെ ഒരു വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. ഐ എം ടെലിങ് യു ഗൈസ്, ഇറ്റ് വാസ് ബെറ്റർ ദൻ മെനി 5-star hotels in India. One Farer is my recommendation. Absolutely good. So on that note, കുറേ വർത്തമാനം പറഞ്ഞു. എനിക്ക് സത്യമായിട്ടും അറിയില്ല എത്ര പേര് ഇവിടെ ഈ 50 മിനിറ്റ് വീഡിയോ എൻ്റെ കാണും. പക്ഷെ എന്നാലും if it is useful for one person, I would highly recommend watching this video. No nonsense video ana. This is absolutely important. So on that note guys, I hope you have a pleasant Singapore trip overall, and this video helps you to plan your trip properly. So on that note, I will see you in my next few vlogs. അതിലും ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So see you guys there. Until then, all of you take care and stay safe. I am back in India. I'll see you in my next vlog. Please support me guys. കുറച്ചൊരു എനിക്കൊരു മോട്ടിവേഷന് വേണ്ടി try to share this video with your friends who are planning international trip. ഫസ്റ്റ് ടൈം ട്രിപ്പ് ആണെങ്കിൽ അവരുടെ കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുറച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നാൽ എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനി ഇങ്ങനത്തെ വ്ളോഗ്സ്, ഹെൽപ്ഫുൾ വ്ളോഗ്സ് ഉണ്ടാക്കാൻ. സോ വിതൗട്ട് dragging it any further, good night guys, take care and have a beautiful trip with your parents.
to Singapore. Until then, bye.